ക്രൂശിതന്റെ കരങ്ങളെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന കൂടിയാണ്. ഈ നോമ്പുകാലത്ത് തീർച്ചയായിട്ടും ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ക്രൂശിതനായ ഈശോയോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ കൃപ ലഭിക്കും എന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ടാണ് ഈ ധ്യാനം ഞാനിവിടെ ഒരു പ്രാർത്ഥനയായി അവതരിപ്പിക്കുന്നത്. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ, ലോകത്തെ മുഴുവൻ ആഞ്ഞു പുൽകുന്നതിനായി നീട്ടപ്പെട്ട അങ്ങയുടെ സ്നേഹമുഷ്ണമായ കൈകൾ എൻ്റെ നേരെ നീട്ടിയിരിക്കുന്നതായി ഞാൻ കാണുന്നു. ആണിപ്പഴുതുള്ള ആ കൈകളിൽ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നു. നാഥ, അങ്ങയുടെ കരസ്പർശനത്താൽ എത്ര കുഷ്ഠരോഗികൾ സുഖപ്പെട്ടിട്ടുണ്ട്, എത്ര അന്ധർക്ക് കാഴ്ച ലഭിച്ചിട്ടുണ്ട്, എത്ര പാപികൾ തങ്ങളുടെ പാപബന്ധനത്തിൽ നിന്ന് മോചിതരായിട്ടുണ്ട്. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നവജീവനിലേക്ക് വന്നിട്ടുണ്ട്. എത്ര പേരെ അനുഗ്രഹിക്കുന്നതിനായി ഈ കരങ്ങൾ അങ്ങ് ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഗുരുവായ അങ്ങ് പഠിപ്പിക്കുന്നതിനായി ഈ കരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം വർദ്ധിപ്പിച്ചത് ഈ കൈകൾ കൊണ്ടാണ്. എത്രയെത്ര അത്ഭുതങ്ങൾ ഈ കരങ്ങൾ വഴി അങ്ങ് ചെയ്തിരിക്കുന്നു. ഈ കരസ്പർശനമേറ്റ ഒരു വ്യക്തി പോലും സമാധാനവും സന്തോഷവും അനുഭവിക്കാതെ കടന്നുപോയിട്ടില്ല. പുൽക്കൂട്ടിൽ കിടന്നുകൊണ്ട് സമാധാനം ആശംസിച്ച ഈ കൈകൾ കൊണ്ട് തന്നെയാണ് അത്താഴവേളയിൽ സ്വന്തം ശരീരവും രക്തവും ഭക്ഷണപാനീയങ്ങളായി എനിക്ക് നൽകുന്നതിന് വേണ്ടി ദിവ്യകാരുണ്യമെന്ന കൂദാശ അവിടുന്ന് സ്ഥാപിച്ചത്. കുരിശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട ഈ കൈകൾ കൊണ്ടാണ് നല്ല കള്ളനെ അവിടുന്ന് ആശീർവദിച്ചത്. സ്നേഹം പകരാൻ ഉപയോഗിച്ച ഈ കൈകൾ കൊണ്ടാണ് ഭാരമേറിയ കുരിശ് അവിടുന്ന് താങ്ങിയത്. ജെറുസലേമിലെ പാവപ്പെട്ട സ്ത്രീകളുടെ നേരെ കരുണാദ്രമായി നീണ്ടത് ഈ കരങ്ങളാണ്. തള്ളിപ്പറഞ്ഞ പത്രോസിനെ സ്വീകരിച്ചതും അങ്ങയുടെ പ്രത്യക്ഷപ്പെടലിനെ സംശയിച്ചതുമായ തോമാസ് ശ്ലീഹായെ ആലിംഗനം ചെയ്തതും ഈ കൈകൾ കൊണ്ടാണ്. ഉത്ഥാനശേഷം അങ്ങ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അങ്ങയുടെ പാദത്തിൽ വീണ മഗ്ദലേന മറിയത്തെയും ശിഷ്യരെയും സമാധാനാശംസ നൽകി അങ്ങയെ വെളിപ്പെടുത്തി കൊടുത്തത് ഈ കൈകൾ കൊണ്ടാണ്. നാഥ, അങ്ങയുടെ സ്നേഹവും കാരുണ്യവും വഴിഞ്ഞൊഴുകുന്ന ഈ കൈകളിൽ സ്നേഹപൂർവ്വം ഞാൻ ചുംബിക്കുന്നു. മകനെ, ഇന്ന് എൻ്റെ ഈ കൈകൾ നിശ്ചലമാണ്. നിന്റെ കൈകൾ എൻ്റെ കൈകളുടെ സ്ഥാനത്ത് പ്രവർത്തിക്കണം എന്ന ഒരു സ്വരം അങ്ങയിൽ നിന്ന് ഞാൻ കേൾക്കുന്നു. മാനസികവും ശാരീരികവും ആത്മീയവുമായ ബന്ധനത്തിൽപ്പെട്ട ആയിരങ്ങളെ മോചിതരാക്കിയ ഈ കൈകളിൽ മുറുകെ പിടിച്ചിരിക്കുന്ന എൻ്റെ ഈ കൈകൾ കാരുണ്യം, സ്നേഹം നൽകുന്നതിനായി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സ്നേഹവും ആശ്വാസവും നൽകുന്നതിന് പകരം ഉപദ്രവിക്കുന്നതിനായി ഞാൻ ഈ കൈകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കുന്നതിന് പകരം ശപിക്കുന്നതിനായി ഞാനിത് ഉയർത്തിയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ. സ്നേഹ ഈശോയെ, എന്നെ സമീപിക്കുന്നവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നതിനായി അങ്ങയുടെ സ്നേഹം, കാരുണ്യം, സമാധാനം എൻ്റെ കൈകളിലൂടെ അവരിലേക്ക് ഒഴുകട്ടെ. അങ്ങേയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട അങ്ങയുടെ സ്നേഹസ്പർശനം അനുഭവിച്ച എൻ്റെ ഈ കൈകൾ ഒരിക്കലും പാപം ചെയ്യുന്നതിന് ഉപയോഗിക്കാതിരിക്കുവാൻ എനിക്കും എന്നോട് ഇടപഴകുന്നവർക്കും കാരണമാകട്ടെ. ഞാൻ സഹായം വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്തും സ്നേഹപൂർവ്വം ചെയ്തു കൊടുക്കുന്നതിന്
ഈ കൈകൾക്ക് ശക്തി തരിക. സ്നേഹ ഈശോയെ, ഞാൻ എന്തൊക്കെ ചെയ്താലും അത് അങ്ങയുടെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാഥ, എന്നെ സമീപിക്കുന്നവർക്കും ഞാൻ ആരോടെല്ലാം ഇടപഴകുന്നുണ്ടോ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ലോകത്തെ മുഴുവനും എൻ്റെ സ്നേഹത്തിൽ പെടുത്തിക്കൊണ്ട് അങ്ങയിലേക്ക് കൊണ്ടുവരുവാൻ, അങ്ങയുടെ മുമ്പിൽ കൂപ്പിപ്പിടിക്കുവാൻ എൻ്റെ ഈ കൈകൾക്ക് ശക്തി നൽകുക. അങ്ങയുടെ കരുണാമസൃണമായ കൈകളിൽ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതം സന്തോഷപൂർവ്വം മുൻപോട്ട് കൊണ്ടുപോകുവാൻ എന്നെ അങ്ങയുടെ കൈകളിൽ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. സ്നേഹ ഈശോ, അമൂല്യമായ ഈ നിമിഷത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹം കൂടുതലായി അനുഭവിച്ചറിയുവാൻ, അങ്ങയോട് വ്യക്തിപരമായി കൂടുതൽ അടുക്കുവാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴമായി വളരുവാൻ, എന്നെ അലട്ടുന്ന എൻ്റെ ബലഹീനതകളിൽ നിന്ന് മുക്തനാകുവാൻ, അതിൽ നിരാശപ്പെട്ട് തളരാതിരിക്കുവാനുള്ള ശക്തിയും അനുഗ്രഹവും എനിക്ക് അവിടുന്ന് നൽകണമേ. ക്രൂശിതനായ ഈശോയെ, അങ്ങേ കുരിശിൻ ചുവട്ടിൽ ഈ പ്രാർത്ഥന വിനയപൂർവ്വം ഞാൻ സമർപ്പിക്കുന്നു.